പേര് ദേവസേന എന്നാണ്. ഇത് കാങ്ക്രേജ് ഇനത്തിൽപ്പെട്ടതാണ്. രാജസ്ഥാനിലും ഗുജറാത്തിന്റെ ബോർഡറിലുമാണ് ഇത് ധാരാളമായിട്ട് കാണപ്പെടുന്നത്. എനിക്കിവിടെ ലഭിച്ചത് 2016 എൻഡിലാണ്, നവംബർ മാസത്തോടു കൂടി. അപ്പോൾ ഇത് ഇങ്ങനെ ഞാനൊരു വൈകിട്ട് ഒരു 4-4:30 ആയപ്പോൾ എനിക്കൊരു ടെലിഫോൺ കോൾ വരുന്നു. അജൻചേട്ടാ, ഞാൻ ഇന്നാരാണ് സംസാരിക്കുന്നത്, ഒരു പശുവിനെ അറക്കാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അജൻചേട്ടാ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, വണ്ടിയുടെ പുറകെ പോവുക, അവരെ കൈ കാണിച്ച് നിർത്തി അവരുമായിട്ട് സംസാരിച്ച് നമുക്കതിനെ വാങ്ങിക്കാം. അങ്ങനെ അവർ ചങ്ങനാശ്ശേരി വെച്ച് അവരെ മുന്നിൽ കയറുകയും അങ്ങനെ അവിടെ വെച്ച് അവരോട് സംസാരിച്ച് അപ്പോഴത്തേന് ഞാൻ അവിടെ എത്തി. അവരോട് സംസാരിച്ച് ഒരു 15 മിനിറ്റിനുള്ളിൽ ഞാനും അവിടെ എത്തി. അങ്ങനെ അവർ പറഞ്ഞ വിലയ്ക്ക് കൊടുത്തിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവരുന്നു. നമ്മളിവിടെ എത്തിച്ചതിന് ശേഷം മൂക്കുകയറുണ്ടായിരുന്നു, അതിലെടുത്ത് കളഞ്ഞ് അവളെ സ്നേഹിച്ച് അവൾക്ക് നല്ല ആഹാരമൊക്കെ കൊടുത്ത്, പ്രസവിക്കത്തില്ല, ചന പിടിക്കുന്നില്ല എന്നുള്ള ഒരു ഇൻഫർമേഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ നിരവധി പച്ചമരുന്നുകളൊക്കെ കൊടുത്ത്, ഇടുക്കിയിലൊരു ശോശാമ്മയുടെ ഉണ്ടായിരുന്നു, അവരുടെ ത്രൂവിലുള്ള മരുന്ന് കൊടുത്തതിന് ശേഷം അത് കൺസീവ് ചെയ്യുകയും അങ്ങനെ 2018 അവൾ പ്രസവിച്ച് പാർവതി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിക്ക് ജന്മം കൊടുക്കുകയും, പാർവതി ഇപ്പോഴും ഇവിടെ ഉണ്ട്. അവൾ വലുതായി, അവളും ഒന്ന് കൺസീവ് ചെയ്തു. അപ്പം അതിനുശേഷം പിന്നെ മുന്നോട്ട് എനിക്ക് വളരെ പോസിറ്റീവായിട്ടാണ്. ഇപ്പോൾ ഇവിടുത്തെ ഒരു അഹങ്കാരമായി മാറി. ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് ഇവിടെ ഇതിന് ആഹാരം കൊണ്ട് കൊടുക്കാം, ദത്തെടുക്കാം. ഇപ്പോൾ പട്ടണങ്ങളിലൊക്കെ താമസിക്കുന്ന സജ്ജനങ്ങൾക്ക് അവർക്ക് പശുവിനെ വളർത്താൻ ഉള്ള സൗകര്യം അവിടെ ഇല്ല. പക്ഷെ അവർക്ക് ഇവിടെ വന്നിട്ട് ഇതിനെ ദത്തെടുത്തുകൊണ്ട് അതിനെ പോറ്റാനുള്ള ആഹാരത്തിനുള്ള പൈസ കൊടുക്കുകയോ അതിനുള്ള ആഹാരം ഇവിടെ കൊടുക്കാനായിട്ട് അവർക്ക് സാധിക്കും. അങ്ങനെ അവരും ഒരു പശുവിനെ സംരക്ഷകരായി മാറാനായിട്ട് സാധിക്കും.